നമസ്കാരം. കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിലെ 154 കുടുംബങ്ങൾക്ക് പോത്തുകുട്ടി വിതരണം നടത്തി. 10,78,000 രൂപ വകയിരുത്തിയാണ് ഈ വർഷം പദ്ധതി നടപ്പിലാക്കിയത്. പുതിയ സാമ്പത്തിക വർഷം കൂടുതൽ കർഷകർക്ക് പ്രയോജനം ആകും വിധം കൂടുതൽ തുക വകയിരുത്തിയിട്ടുണ്ട്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PH നൌഷാദിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CB മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഉഷ ശിവൻ, സുഹറ ബഷീർ, CDS ചെയർപേഴ്സണൽ ജമീല ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ദുർബല വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു എളിയ പ്രവർത്തനമാണ് ഇന്നിവിടെ ഉദ്ഘാടനത്തിലൂടെ നിർവഹിക്കപ്പെടുന്നത്. നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിന് അവർക്ക് ചെറിയൊരു ആശ്വാസം നൽകും. ഒരു പോത്തുകുട്ടിയെ കൊടുത്താൽ 1-2 വർഷത്തിനുള്ളിൽ അവർക്ക് നല്ലൊരു വിലയ്ക്ക് ഒരു പോത്തിനെ വിൽക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച് അവർക്കൊരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കുക. കിടാരികളെ കൊടുത്തുകൊണ്ട് നമുക്ക് പാലുൽപാദനം കൂട്ടുകയും അതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ മുട്ടക്കോഴികളെ കൊടുത്തുകൊണ്ട് ആരോഗ്യമുള്ള തലമുറയെ വളർത്തിയെടുക്കാൻ അവർക്ക് വീട്ടിൽ തന്നെ മുട്ട ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം തന്നെ ചെറിയൊരു വരുമാന മാർഗ്ഗത്തിനോടുള്ള ഒരു അവസരം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വ്യക്തിഗതമായിട്ട് ഓരോരുത്തർക്ക് കൊടുക്കാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും സമയബന്ധിതമായി കൊടുത്തു തീർക്കാൻ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ പോത്തുകുട്ടികളുടെയും വിതരണം ഇവിടെ നടക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിലുള്ള 154 കുടുംബങ്ങൾക്കാണ് ഈ പോത്തുകുട്ടികൾ വിതരണം ചെയ്യപ്പെടുന്നത്. 154 കുടുംബത്തിനും ഒരു ആനുകൂല്യം ലഭിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു മാനസികമായ സന്തോഷം, അതാണ് ഞങ്ങളുടെ ചാരിതാർത്ഥ്യം. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ തയ്യാറായി മുമ്പോട്ട് വന്നാൽ മാത്രമാണ് ഈ പദ്ധതി നടപ്പാകുകയുള്ളൂ. ഒരു പോത്തുകുട്ടിയെ വളർത്താൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ എത്ര പൈസ വെച്ചാലും അത് നടപ്പാവുകയില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കൃഷിയോടുള്ള താല്പര്യം മറ്റുള്ള കൃഷികൾ കുറയുമ്പോഴും ഒരു വരുമാന മാർഗ്ഗമായിട്ട് ഈ കന്നുകാലി വളർത്തൽ, പോത്തുകൾ വളർത്തൽ, കോഴി വളർത്തൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ധാരാളം ആളുകൾ തയ്യാറാവുന്നുണ്ട്, നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, അത് നമ്മൾ നിർവഹിക്കുന്നുമുണ്ട്. വന്നെത്തിയ എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും അനുമതിയോടുകൂടി ഈ പോത്തുകുട്ടിയുടെ വിതരണോദ്ഘാടനം നിർവഹിക്കുകയാണ്. നന്ദി.